ഇപ്പൊ എല്ലാ പാർട്ടിയും മരുന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കക്ഷിത്വം വർദ്ധിക്കുകയും ചെയ്യാം. ഞങ്ങൾ കക്ഷിത്വം ഒഴിവായി കാണണമെന്ന് വിചാരിക്കണം. ഒഴിവായി കാണാൻ എന്തുകൊണ്ട് മാർഗം? പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്റെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, ഉത്തര നൂറ്റാണ്ടുകാരുടെ കാലത്ത് മുസ്ലിങ്ങൾ ഏത് രീതിയിൽ ജീവിച്ചു വന്നോ ആ നിലക്ക് ജീവിച്ചു വരട്ടെ. പുതുതായി വരുന്ന കക്ഷിത്വങ്ങളും വിഭാഗീയതകളും ഒരു മഹലിനെയും ബാധിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. ആ കക്ഷിത്വവും ശൈഥില്യവും ഉണ്ടാകരുത് എന്നാണ് സത്യത്തിൽ നാം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ നിലപാട് സ്വീകരിച്ചത്. ഞാൻ അധികം പറയുന്നില്ല, ചുരുക്കുന്നു. ആദ്യമായും അവസാനമായും നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ചെറിയ കുറിച്ച് ആശയ സംബന്ധമായി നമുക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പിനുള്ള ഒരു കാരണം പ്രവാചകന്മാരിൽ നിന്ന് തെറ്റുകളുണ്ടാകുന്നത് ചെറിയ സ്ഥാപകൻ ഇല്ലാത്ത സാഹിബ് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് കാരണം നിസ്കാരത്തിൽ അത്തഹയ്യാത്തിൽ അസ്സലാമുഅലൈക അയ്യുഹന്നബി പറയുമ്പോൾ തന്റെ കഴുകയെ കുതിരയെ ഓർക്കാൻ പോലും പ്രവാചകരെ ഓർക്കാൻ പാടില്ലെന്ന് ശബരിയുമായി ഉത്തരവാദപ്പെട്ട അവരുടെ നേതാക്കളിൽ പ്രമുഖർ പറയുന്നു. ഖുർആനിൽ മൂന്നാമതായി അവരുടെ നാദഅമീർ പ്രസിദ്ധമായ പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ഉദ്ദേശിച്ച് തീർത്ഥയാത്ര പോകുന്നത് പോലും ശിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു. നാലാമതായി അതേ നാദഅമീർ പ്രസിദ്ധമായ പുസ്തകത്തിൽ റസൂലുള്ളാഹി ഉൾപ്പെടെ മഹാന്മാരായ ആളുകൾക്ക് റൈബ് അറിയണമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകും എന്ന് പറഞ്ഞിരിക്കുന്നു. അഞ്ചാമതായി മുഹീദ് ശേഖിന്റെ പേരിൽ റിഫായി ശേഖിന്റെ പേരിൽ മൃഗങ്ങൾ നേർച്ചയാക്കിയാൽ മുശ്രിക്കാകുമെന്നും ആ ഭക്ഷണം, ആ ബലിമൃഗം പന്നിമാംസം പോലെയാണ്, രക്തം പോലെയാണ്, ശവം പോലെയാണ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ആറാമതായി അന്ത്യൗലിയാക്കന്മാരെ ആദരിക്കുന്നത് പ്രായം കൂടുതൽ കൊണ്ടാണ്, നമുക്ക് പ്രായം കുറഞ്ഞത് കൊണ്ടുമാകുന്നു എന്നവർ പറഞ്ഞിരിക്കുന്നു. ഏഴാമതായി എന്ന പുസ്തകത്തിൽ പ്രവാചകർക്ക് ഒറ്റപ്പെട്ട അദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ അത് വേദങ്ങളുടെയോ നാൽക്കാലികളുടെയോ അറിവ് പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എട്ടാമതായി ഈ കാലത്ത് മുസ്ലിം ലീഗിൽ തന്നെ ശിർക്കില്ലാത്തവരെ കാണാൻ പ്രയാസമാകും വിധം തൗഹീദ് അത്യപൂർവമായിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി ആ ഇക്കാലത്ത് തൗഹീദിൽ അവർ എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്നു. ഒമ്പതാമതായി അതേ പുസ്തകത്തിൽ മതം സ്വീകരിക്കുന്നതിന് രൂക്ഷമായി എതിർത്തിരിക്കുന്നു. പത്താമതായി സഹോദരനാഥന്റെ പുസ്തകത്തിൽ നിർത്തമാക്കുന്നത് അപ്പുമന്നബീയത്തിന്റെ സാമാന്യ പദവിയോട് യോജിക്കാത്ത പരാമർശം നടത്തിയിരിക്കുന്നു. ഈ രീതിയിലുള്ള ഒട്ടനവധി വ്യക്തമായ പ്രത്യക്ഷമായ സുന്നീതിയുക്ത വിജയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനവും പ്രസിദ്ധീകരണങ്ങളുമാണ് സബീല ജമാഅത്തും അവരുടെ ലോകമണിയും ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ടവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും എന്നതുകൊണ്ടാണ് അവര് വിജയവും പ്രസ്ഥാനമാണെന്ന് സമസ്ത കേരള ജമീയത്ത് ഉലമ 1960 തീരുമാനമെടുത്തത്. അങ്ങനെയൊക്കെയുള്ള ശരിക്ക് ഇതിനെതിരെ കെട്ടിമറിയുന്ന ഇത്തരം പോകുന്നത്, ഇതിനെതിരെ കെട്ടിമറിയ ഇത്തരം പോകുന്നത് നിശ്ചയിക്കാൻ വിളിച്ചോളൂ വലിയ നാട്ടിന്റെ പേരിൽ വേണം. നാന്യ മഹാജനങ്ങളെ നിങ്ങൾ നിശ്ചയിച്ചു കൊള്ളുക. ഈ ഓരോരുത്തർ ഒറ്റയ്ക്ക് വിളിക്കണം. തീർച്ചയായും അത് ഒരു പേര് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഒരാളെ കാണാൻ വേണ്ടിയൊന്നും ആവണമെന്നില്ല. നീയാനും സുഖത്തിനും വേണ്ടിയാവണമെന്നില്ല. അത് അവനാന്റെ എത്തലാക്കുവാൻ അവനാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് ഈരാക്കി സാഹിബിന്റെ പദവികളാവണമെന്നില്ല. പിന്നെ ഈരാക്കി സാഹിബിന്റെ പദവികൾ നല്ലതല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അവർക്ക് പ്രവർത്തന ശരിയുണ്ട്, ആ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശമുണ്ട്, സംഘടന സത്യപ്പുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ. അത് ഒന്നിൽ നിന്നും
അവർക്ക് സത്യത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ വസ്തു എന്തായോ ദൈവങ്ങളുടെ ചിലർക്ക് പൊതുജനത്തിന്റെ ആലിന്യങ്ങളുമായി അല്ലെങ്കിൽ സ്ഥാപക നേതാക്കളുമായി ചില ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളുടെ പേരിൽ ദൈവജോലമാക്കളിൽ ചിലർ മൗനം ദീക്ഷിച്ചിരിക്കുന്നു. സാമാന്യല്ലേ പറഞ്ഞു പോയില്ലേ ഓട്ടെ ചില മൗനം ദീക്ഷിച്ചതായിട്ട് പറഞ്ഞു. ദൈവജോലമാക്കളിൽ ചില കഴിയുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ പേരിൽ ഈ വിഷയം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് മുണ്ടേ അങ്ങനെയുണ്ട്. സംഭവമൊക്കെ ഉണ്ട് മുണ്ടണ്ടാണ്. എന്നാ സംഭവം ഉണ്ട് മുണ്ടണ്ടാന്നാണെങ്കിൽ ഞാൻ ഈ വേറെ ഇങ്ങനെ ആയിക്കൊണ്ടല്ലോ. എന്നാ പിന്നെ അങ്ങനെയുണ്ടല്ലോ അങ്ങനെ പോഷം തന്നെയാണ്. എന്താ പറ്റിയ നമ്മൾ സാമാനല്ലേ അതൊക്കെ പറ്റിപ്പോയതാണ് മുണ്ടണ്ടാന്നാ പറഞ്ഞെങ്കില് നമ്മൾ സാമാനല്ലേ പറ്റിപ്പോയതാണ് മുണ്ടണ്ടാതെ ഉണ്ടായിരുന്നൂടെ. ഏതാനും പൊട്ടുപോയില്ലെങ്കിൽ ബാക്കിയുള്ളവരെയും കൊണ്ടുവരാൻ കുറുകലവാന മൂലമായി ആ ഇടപാട് വേണ്ട. സംഗതി അബദ്ധം വരുന്ന 100% ഈ പറയുന്ന അബദ്ധമായിരുന്നു. ശബരിമല വേണ്ടി ഒക്കാലത്തെടുത്ത ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സാധാരണക്കാരുടെ പക്ഷെ നമ്മൾ കാണിക്കാൻ പോവാം. ഒന്ന് പറഞ്ഞ് കുളിച്ചൂട്ടി കൊണ്ടുള്ള കുട്ടികളെ അറിഞ്ഞോളില്ല. അറിഞ്ഞോളിനെ കാരണം അവർക്ക് വായിക്കുന്നത് അറിയില്ലോ. അവരെ കുളിച്ചൂട്ടി കൊണ്ടുപോയി ഫലവാരികളെ വായിച്ചു കൊടുക്കല്ലേ. ആ ഫലവാരി വായിച്ചു കൊടുക്കൊണ്ടിരിക്കുന്നത് ഇതിന് കുഴപ്പമില്ലട്ടോ. ഇതിനെ പറയുന്നത് ഇതിന് കുഴപ്പമില്ല. അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ ആകെ കേരളമെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. അങ്ങനെയാണോ എന്തിനാണ് ഈ ഇരകോത്ത് ചൂടലുള്ളത്? മനുഷ്യൻ വിചാരിക്കണത് കുഴപ്പമില്ലപ്പോ നമുക്ക് ഉണ്ടാകുകയാണ്. ഇതിന് കുഴപ്പമില്ലട്ടോ. കുഴപ്പമില്ലെന്ന് ആ ചൂണ്ടകളെ പൊട്ടാൻ വരുമോ? ആ രീതിയിൽ ചൂണ്ടലിടുന്ന ഏർപ്പാട് ഒഴിവാക്കണം. ആളുകൾ പൂർവികമായി അംഗീകരിച്ചു വരുന്ന അസുൽസുന്നത്തി ജമാഅയുടെ ഉദാത്തമായ വീക്ഷണം അംഗീകരിക്കണം. കാരണം നമ്മളൊക്കെ ഒരു ദിവസം ഞാൻ നിർത്താൻ നിർബന്ധമായും 17 പ്രാവശ്യമെങ്കിലും സാധാരണഗതിയിൽ ഇതിനെ സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ നബീന അൻഅംത അല്ലാഹുവേ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് ചേർക്കണം. നമ്മൾ ദ്വാരച്ചില്ല. നേരായ മാർഗത്തിലേക്ക് ചേർക്കണമെന്നാ പറയുന്നത്. നേരായ വഴിക്ക് ചേർക്കണേ. ഈ വഴിക്ക് ചേർക്കണെന്ന് പറഞ്ഞെന്തിനാ? വഴിയിലിങ്ങനെ വെക്കാനോ? വഴിക്ക് ചേർക്കാനുള്ള ലക്ഷ്യമല്ലല്ലോ, ലക്ഷ്യത്തിലെത്താനാണ്. പിന്നെ അതായത് ഞങ്ങൾ ഈ മഹത്തായ ലക്ഷ്യത്തിലെത്തണമെന്ന് രക്ഷിക്കണമെന്നല്ല പറയുന്നത്. ഞങ്ങളീ നേരായ വഴിക്ക് ചേർക്കണേ. നേരായ വഴിക്ക് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം മഹത്തായ ലക്ഷ്യത്തിലെത്താനാണ്. ഏതാണ് ഈ വഴി, ഏതാണ് ഈ ലക്ഷ്യം? മനുഷ്യൻ തന്നെ ജനനം തൊട്ട് മരണം വരെ ജീവിത യാത്രയിലാണ്. ജീവിതയാത്ര. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ജീവിതയാത്രയിൽ ഒരുപാട് ഭാഗം പിന്നിട്ടു. പോയല്ലോ നമുക്ക് പോയതന്നെ. പുറത്ത് നിന്നാലും നമ്മൾ ആഴ്ച നിൽക്കാനില്ല, പോയതന്നെ. ജീവിതയാത്ര. ജീവിതയാത്രയിൽ നേരായ വഴിക്ക് ചേർക്കണേ. എന്തിന്? യാത്ര അവസാനിക്കാൻ എത്താൻ മരിക്കുമ്പോ അവസാനിക്കുന്നതോടുകൂടി ലക്ഷ്യം പ്രാപിക്കാൻ. ലക്ഷ്യം ഏതാണ്? സ്വർഗപ്രാപ്തി. യാത്ര അവസാനിക്കുമ്പോൾ സ്വർഗത്തിലെത്താൻ എന്നാ നേരായ വഴിക്ക് ചേർക്കണേ. ആ നേരായ വഴിക്ക് പോയാലേ ലക്ഷ്യത്തിലെത്തൂ, സ്വർഗത്തിലെത്തൂ. ഏതാണ് വഴി? ആ ഭൗതിക ജനങ്ങളും സഹാബത്തിന്റെ മാതൃകയുമാണ് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരാനുള്ള മാതൃക. ആ മഹത്തായ മാതൃക, നേരായ മാർഗം സുന്നത്തമായത്തിന്റേതാണെന്ന് മനസ്സിലാക്കി സുന്നത്തമായത്തിന്റെ വിശ്വാസങ്ങളും അനുഷ്ഠാന ആചാരങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ എന്നെ ഉപദേശിക്കുകയും നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് വീട്ടിലും വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയും മഹനുകാരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. തെറ്റിദ്ധരിച്ച സർവ്വ സഹോദരന്മാർക്കും അല്ലാഹു ഹിദായത്തും കൽബുദ്ധിയും പ്രദാനം ചെയ്യും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. എനിക്ക് ഒരു ദ്വാ ചെയ്യുമെന്ന് പ്രത്യേകം നിങ്ങളോട് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.